കൊച്ചിയിലെ മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിന്റെ അടിത്തട്ടിലെ മാന്ത്രിക ലോകം നമ്മുടെ സ്വന്തം നാട്ടിൽ നേരിൽ കാണാൻ ഒരു സുവർണ അവസരം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം അല്ലേ? ഒരു നിമിഷം നിങ്ങൾ കടലിന്റെ അടിത്തട്ടിലൂടെ നടക്കുകയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. തലയ്ക്ക് മുകളിൽ വെള്ളം, ചുറ്റും വെള്ളം, നമ്മുടെ തൊട്ടടുത്തുകൂടി നൂറുകണക്കിന് മത്സ്യങ്ങൾ. പക്ഷേ ഇവിടെ കഥ അത്രയും ലളിതമല്ല. കാരണം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ നീന്തിപ്പോകുന്നത് ചെറിയ മത്സ്യങ്ങൾ മാത്രമല്ല, ഭീമൻ കടൽ ജീവികളാണ്. അതും നമ്മളിൽ നിന്ന് ഏതാനും മീറ്റർ മാത്രം അകലെ. ഒരു നിമിഷം അത്ഭുതപ്പെടും, അടുത്ത നിമിഷം ചെറിയൊരു പേടി തോന്നും, പിന്നെ കണ്ണെടുക്കാൻ പോലും തോന്നില്ല. അപ്പോൾ വരൂ, ഈ നീല ലോകത്തിനുള്ളിലേക്ക് നമുക്കും ഒന്നിറങ്ങാം. വെള്ളത്തിനടിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഈ ലോകത്തിൻ്റെ നിറങ്ങളാണ്. നീല വെള്ളത്തിനുള്ളിലൂടെ ചുവപ്പ്, മഞ്ഞ്, ഓറഞ്ച്, വെള്ള, കറുപ്പ്, അങ്ങനെ എത്രയോ നിറങ്ങളിലുള്ള മത്സ്യങ്ങൾ. ഓരോന്നിനും വ്യത്യസ്തമായ രൂപം, വ്യത്യസ്തമായ വലിപ്പം, വ്യത്യസ്തമായ ചലനം. ചില മത്സ്യങ്ങൾ കൂട്ടമായി നീന്തുന്നു, ഒരേ ദിശയിൽ, ഒരേ വേഗത്തിൽ. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആ കൂട്ടം മുഴുവൻ ദിശ മാറ്റുന്നു. അത്ഭുതം തന്നെയാണ്. ആരും കമാൻഡ് കൊടുത്തില്ല, ആരും സിഗ്നൽ നൽകിയില്ല, എന്നിട്ടും എല്ലാവരും ഒരുമിച്ച്. കടലിനടിയിലെ സ്വന്തം ട്രാഫിക് സിസ്റ്റം പോലെയാണ് ഈ കാഴ്ച. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം, പക്ഷേ സൂക്ഷിക്കണം. കാരണം ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ കുറച്ചുകൂടെ അതിശയിപ്പിക്കുന്നതാണ്. മുകളിൽ നോക്കിയാലും വെള്ളം, താഴേക്ക് നോക്കിയാലും വെള്ളം, ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും കടൽ ജീവിതം മാത്രം. നമ്മുടെ തൊട്ടടുത്തുകൂടെ മത്സ്യങ്ങൾ കടന്നു പോകുന്നു. ചിലത് വളരെ പതുക്കെ, മറ്റു ചിലത് റോക്കറ്റ് പോലെ വേഗത്തിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ വാഹനങ്ങൾ നമ്മളെ മറികടന്നു പോകുന്നത് പോലെ ഇവിടെ മത്സ്യങ്ങളാണ് നമ്മളെ മറികടന്നു പോകുന്നത്. ഇതാണ് ഈ അണ്ടർ വാട്ടർ ലോകത്തിൻ്റെ യഥാർത്ഥ ഭംഗി. ഇവിടെ നമ്മൾ പ്രധാന കഥാപാത്രങ്ങളല്ല, നമ്മൾ വെറും സന്ദർശകർ മാത്രം. ഇനി എത്തുന്നത് ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്നിലേക്കാണ്, അണ്ടർ വാട്ടർ ടണൽ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളൊരു ടണലിലൂടെ നടക്കുകയാണ്. പക്ഷേ മുകളിൽ എന്താണ്? വെള്ളം. ഇടതുവശത്ത് മത്സ്യങ്ങൾ, വലതുവശത്ത് വീണ്ടും മത്സ്യങ്ങൾ. താഴെ നോക്കിയാലോ, അവിടെയും കടൽ ജീവിതം. അപ്പോഴാണ് ശരിക്കും തോന്നുക, ഞാൻ അക്വേറിയത്തിലാണോ അതോ കടലിൻ്റെ അടിത്തട്ടിലാണോ? നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു വലിയ ജീവി പതുക്കെ നീന്തിപ്പോകുന്നു. അത് അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായി അതിൻ്റെ പിന്നാലെ പോകും. പിന്നെ അത് പതുക്കെ അകന്നു പോകും. പക്ഷെ നമ്മുടെ അത്ഭുതം അവിടെ തീരുന്നില്ല. കാരണം അടുത്ത നിമിഷം എന്താണ് കാണാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതാണ് ഈ അണ്ടർ വാട്ടർ യാത്രയുടെ ഏറ്റവും വലിയ കൗതുകം. ഇതുവരെ കണ്ടത് ചെറിയ മത്സ്യങ്ങളായിരുന്നു. ഇനി സീൻ മാറുകയാണ്. പെട്ടെന്ന് ഒരു വലിയ കടൽ ജീവി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വരും, വാവ്! ഇത്രയും വലിയ ജീവി, അതും നമ്മുടെ തൊട്ടടുത്തുകൂടി. അതിൻ്റെ വലിപ്പം കാണുമ്പോഴാണ് കടൽ എത്ര വലിയ ലോകമാണെന്ന് ശരിക്കും മനസ്സിലാകുന്നത്. ചെറിയ മത്സ്യങ്ങളിൽ നിന്ന് ഭീമൻ ജീവികളിലേക്ക്, ഒരേ വെള്ളത്തിനുള്ളിൽ തന്നെ ഇത്ര വലിയ വ്യത്യാസം. ചില ജീവികൾ വലിപ്പത്തിൽ ഭീമന്മാർ, ചിലത് വേഗത്തിൽ അതിശയിപ്പിക്കും, മറ്റു ചിലത് അവയുടെ രൂപം കൊണ്ട് തന്നെ നമ്മളെ ഞെട്ടിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജീവികളുടെ ലോകത്ത് നമ്മൾ തന്നെയാണ് ചെറിയവർ. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വെള്ളത്തിനുള്ളിലൂടെ പതുക്കെ എന്തോ വരുന്നു. ആദ്യം ദൂരെ ഒരു രൂപം മാത്രം, പിന്നെ അത് അടുത്തേക്ക് വരുന്നു, കുറച്ചുകൂടി അടുത്തേക്ക്. ഇപ്പോൾ അതിൻ്റെ വലിപ്പം വ്യക്തമാണ്. ഇത് ചെറിയൊരു മത്സ്യമല്ല. ഇത്തരമൊരു വലിയ ജീവി നമ്മുടെ തൊട്ടടുത്തുകൂടി കടന്നു പോകുമ്പോൾ ആദ്യം ഒരു അത്ഭുതം, പിന്നെ ചെറിയൊരു പേടി, പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ആവേശം. കാരണം ഇത്ര അടുത്ത് നിന്ന് ഇത്തരമൊരു കാഴ്ച കാണാൻ കഴിയുന്നത് തന്നെ ഒരു അനുഭവമാണ്. വെള്ളത്തിനുള്ളിൽ നമ്മൾ അതിഥികൾ മാത്രം.
അവരാണ് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ താമസക്കാർ. പക്ഷെ കടലിൻ്റെ സൗന്ദര്യം വലിയ ജീവികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ മത്സ്യത്തിൻ്റെ നിറം പോലും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. ഇവിടെ നോക്കൂ, എത്ര മനോഹരമായ നിറങ്ങൾ, എത്ര വ്യത്യസ്തമായ രൂപങ്ങൾ. ചില മത്സ്യങ്ങളുടെ ശരീരമാകെ മനോഹരമായ പാറ്റേണുകൾ, ചിലതിന് തിളങ്ങുന്ന നിറങ്ങൾ, മറ്റു ചിലത് വെള്ളത്തിനുള്ളിൽ തന്നെ മറഞ്ഞു പോകുന്നത് പോലെ തോന്നും. ഒരേ വെള്ളത്തിനുള്ളിൽ പ്രകൃതി എത്ര വ്യത്യസ്തമായ ജീവികളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു കലാകാരൻ വളരെ ശ്രദ്ധയോടെ വരച്ചൊരു ചിത്രം പോലെയാണ് ഓരോ കാഴ്ചയും. പക്ഷെ ഇതൊരു പെയിന്റിംഗ് അല്ല, ഇതൊരു ആനിമേഷൻ അല്ല, ഇത് ജീവിച്ചിരിക്കുന്ന പ്രകൃതിയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. ഇതാണോ കടൽ? അല്ല, ഇത് കടലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം. നമ്മൾ സാധാരണ കാണുന്ന കടലിന് താഴെ ഇനിയും എത്രയോ ആഴങ്ങൾ. അവിടെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ജീവികളുണ്ടാകാം, നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപങ്ങളുണ്ടാകാം, ഇന്നും മനുഷ്യന് പൂർണ്ണമായി അറിയാത്ത രഹസ്യങ്ങളുണ്ടാകാം. അതാണ് കടലിൻ്റെ ഏറ്റവും വലിയ മിസ്റ്ററി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശാന്തമായ ഒരു നീല ലോകം, പക്ഷെ അതിനടിയിൽ ഒരു മുഴുവൻ പ്രപഞ്ചം. ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും: നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മൾ കരുതുന്നതിലും എത്രയോ വലുതാണ്. നമ്മുടെ വീടും നമ്മുടെ നഗരവും നമ്മുടെ ചുറ്റുപാടും ഇതെല്ലാം ഒരു ചെറിയ ഭാഗം മാത്രം. അതിന് താഴെ, അതിനപ്പുറം പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് അവിശ്വസനീയമായൊരു ലോകമാണ്. ഓരോ മത്സ്യവും ഓരോ കടൽ ജീവിയും പ്രകൃതിയുടെ ഒരു ചെറിയ അത്ഭുതം. അവയെ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാൻ മാത്രമേ കഴിയൂ. അങ്ങനെ നമ്മുടെ ഈ അണ്ടർ വാട്ടർ യാത്ര ഇപ്പോൾ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മൾ കണ്ട കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം കടലിൻ്റെ ആഴങ്ങളിൽ ഇനിയും എത്രയോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടത് ആ വലിയ നീല ലോകത്തിൻ്റെ ഒരു ചെറിയ ജനൽ മാത്രം. അതിനപ്പുറം ഇനിയും എത്രയോ കാഴ്ചകൾ, ഇനിയും എത്രയോ ജീവികൾ, ഇനിയും എത്രയോ രഹസ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. ഈ അത്ഭുതകരമായ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് കൊടുക്കൂ. ഇത്തരം കൗതുകം നിറഞ്ഞ കാഴ്ചകളും അത്ഭുതകരമായ യാത്രകളും ഇനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം അടുത്ത യാത്രയിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയില്ല. വീണ്ടും കാണാം മറ്റൊരു അത്ഭുത യാത്രയിൽ.